ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കൂടി വന്നിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം ദൈവം നൽകി തന്നതായ ഈ വിലപ്പെട്ട അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 6 വാക്യങ്ങളാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 26-ാമത്തെ ക്ലാസ്സാണെന്ന്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ സ്വർഗസ്ഥലത്ത് കാണുന്ന 2 അടയാളങ്ങൾ. ഇന്ന് ഈ അന്ത്യനാളുകളിൽ കർത്താവിന് മടങ്ങിയവരോ ഏറ്റവും അടുത്തെത്തിയിരിക്കുന്നതായ നാളുകളിൽ ആത്മീയ രംഗങ്ങളിൽ നടക്കുന്നതായ അടയാളങ്ങളെയാണ് തിരുവചനം മുൻകൂട്ടി ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ. നാം വിശദമായിട്ട് ആ കാര്യം ചിന്തിച്ചതാണ്. രണ്ടാമത്തെ അടയാളം ഒരു മഹാസർപ്പമാണ്. ആ മഹാസർപ്പം പിശാചിനെയാണ് കാണിക്കുന്നത്. ഞാൻ ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ അന്ത്യകാലത്തെ പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണെന്നാണ്. ഈ വേദഭാഗത്തിൽ മാത്രം നിന്നുകൊണ്ട്, ഈ തിരുവചന ഭാഗത്തെ മാത്രം വെച്ചുകൊണ്ട് ഈ അന്ത്യകാലത്ത്, ഇന്ന് നമ്മളായിരിക്കുന്ന ഈ കാലമാണ്, പിശാച് എങ്ങനെയെല്ലാമാണ് പ്രവർത്തിക്കുന്നത്, പിശാചിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവമക്കളുടെ ഇടയിലുള്ള പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ, അവൻ്റെ പ്രവർത്തന മണ്ഡലം ആത്മീയ രംഗമാണ്. ആത്മീയ രംഗത്താണെന്ന് പിശാച് പ്രവർത്തിക്കുന്നത്. ദൈവമക്കളുടെ ഇടയിലാണ് പിശാച് പ്രവർത്തിക്കുന്നത്. ദൈവമക്കളുടെ കുടുംബത്തിലും കൂട്ടായ്മകളിലും സഭകളിലും ഇന്ന് പിശാച് ശക്തിയോടെ പ്രവർത്തിക്കുന്നതായ ഒരു കാലമാണ്. 7 തലയും 10 കൊമ്പും, മുഴുവൻ കഴിവും ശക്തിയും അധികാരവും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ആത്മീയ രംഗങ്ങളിൽ ദുഷ്ടനായ പിശാച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നാം ഇന്നായിരിക്കുന്നത്. സകല ശക്തിയും എടുത്ത് പ്രവർത്തിക്കുകയാണ്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്ര കണ്ട് പ്രവർത്തിക്കാൻ തക്കവണ്ണം ദൈവമക്കളോട് പിശാചിന് എന്താണ് ഇത്ര വൈരാഗ്യമുള്ളത്? ഇത്ര ശക്തിയോടെ പ്രവർത്തിക്കാൻ തക്കവണ്ണമുള്ള പിശാചിൻ്റെ വൈരാഗ്യം എന്തെല്ലാമാണ്? ഇത്ര വൈരാഗ്യത്തോടെ പ്രവർത്തിക്കാൻ 12-ാം അധ്യായം 3 മുതലുള്ളതായ വാക്യങ്ങളിലാണ് നമ്മൾ കാണുന്നത്. സ്വർഗത്തിൽ മറ്റൊരടയാളം കാണായി, 7 തലയും 10 കൊമ്പും, തലയിൽ 7 രാജ്യമടിയുമായി തീ നിറമുള്ള ഒരു മഹാസർപ്പം, പിശാച്. വിശദമായി നാം ചിന്തിച്ചതാണ്. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-1 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളയുവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിൻ്റെ അടുക്കിലേക്കും തൻ്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന്
ദൈവം ഒരുക്കിയ ഒരു സ്ഥലം അവൾക്കുണ്ട്. എന്തെല്ലാം നാം കാണുന്നത്? ഈ പാമ്പ്, ഈ പിശാച്, സാത്താൻ, ഒന്ന്, അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 തകർത്ത് കളഞ്ഞു. അതിൻ്റെ വാലുകൊണ്ട് പ്രവർത്തിക്കുന്നു. 2, അത് ഈ ആൺകുട്ടിയെ തിന്നുകളയാൻ നിൽക്കുകയാണ്, വിഴുങ്ങാൻ. അപ്പോൾ വേണമെങ്കിൽ 2 വിധത്തിൽ നാം കാണുന്നുണ്ട്. ഒന്ന്, അതിൻ്റെ വാലുകൊണ്ട് അനേകരെ തകർത്ത് കളയുന്നു. വിഴുങ്ങാൻ, തിന്നുകളയാനായിട്ട് നോക്കി നിൽക്കുന്നു. നമ്മുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. തിന്നുകളയാനും വിഴുങ്ങാനും വലിച്ചുകൂട്ടി തകർത്ത് കളയാനും മുഴുവൻ ശക്തിയോടും കൂടെ പിശാച് ഇറങ്ങിയെന്ന് പ്രവർത്തിക്കുകയാണ്. എന്താണ് ഇത്ര വൈരാഗ്യം? ഈ ദൈവമക്കളെ ഇങ്ങനെ തകർത്ത് കളയാൻ തക്കവണ്ണം പിശാചിന് ദൈവമക്കളോട് എന്താണ് ഇത്ര വൈരാഗ്യം? നാം അത് മനസ്സിലാക്കി വരണമെങ്കിൽ നാം പിറയിലേക്കൊന്ന് പോകണം. പിറയിലേക്കൊന്ന് പോയി ഈ സാത്താൻ്റെ ചരിത്രം ഒന്ന് പഠിക്കേണ്ടതുണ്ട്. നാം സൃഷ്ടിയിലേക്ക് പോകുമ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ആദ്യം ദൈവം സൃഷ്ടിച്ചത് ദൂതന്മാരെയാണ്. ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചത് മനുഷ്യനെ സേവിക്കുന്നതിന് വേണ്ടി സേവകാത്മാക്കളായിട്ടാണ് ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചത്. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 13-ഉം 14-ഉം വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യനെ സേവിക്കേണ്ടതിന് സേവകാത്മാക്കളായിട്ടാണ് ദൈവം മാലാഖമാരെ സൃഷ്ടിച്ചത്. അനാദികാല നിത്യതയിലായിരുന്നതായ ദൈവം, അനാദികാല നിത്യതയിലായിരുന്ന ദൈവത്തിൻ്റെ ഉള്ളിൽ ഒരു നിർണയമുണ്ടായി. ആ നിർണയത്തിന് അനാദികാല നിർണയം എന്നാണ് ദൈവത്തിൻ്റെ വചനം പേര് കൊടുത്തിരിക്കുന്നത്. എന്താണ് ഈ നിർണയം? ദൈവത്തെപ്പോലെ ഒരു കൂട്ടം മനുഷ്യരെ സൃഷ്ടിക്കുക, ദൈവത്തോടുകൂടെ വസിപ്പാൻ ദൈവത്തെപ്പോലെ ഒരു കൂട്ടം വിശുദ്ധന്മാരെ രൂപപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ആ നിർണയം. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 13 വരെയുള്ളതായ വാക്യങ്ങൾ പഠിച്ചാൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സകലവും സൃഷ്ടിച്ച ദൈവത്തിന്റെ അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിപ്പാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിയായി വരുന്നു. അല്പം വായിച്ചാൽ പെട്ടെന്ന് അങ്ങ് മനസ്സിലാകുകയില്ല. ഒത്തിരി മർമ്മങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വേദഭാഗമാണ് നാം ഇവിടെ വായിച്ചത്. അനാദികാല നിത്യതയായിരുന്ന ദൈവത്തിൻ്റെ ഉള്ളിൽ ഒരു നിർണയമുണ്ടായി. സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്നിരുന്നതായ ഒരു മർമ്മമുണ്ട്. ആ മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നത് എന്ന് എല്ലാവരെയും മനസ്സിലാക്കി തരാനുള്ളതായ കൃപയാണ് ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്നതാണ് അപ്പോസ്തലൻ പറയുന്നത്. ഓർക്കണം, സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിപ്പാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. സുവിശേഷം അറിയിക്കാനുള്ള കൃപയാണ്.
അനാദികാല നിത്യതയിലായിരുന്നതായ ദൈവത്തിൻ്റെ ഉള്ളിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്നതായ ഒരു മർമ്മം. അത് 11-ാം വാക്യത്തിന് വായിച്ചു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വന്നു. ഈ സഭ എന്നുള്ളത് സുവിശേഷത്താൽ ഒരു മാനസാന്തരം ലഭിക്കുക എന്നുള്ളത്, ആ മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുവാനുള്ളതായ കൃപയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ആ മർമ്മം സഭ എന്നുള്ളതാണ്. സഭ എന്നുള്ളത് മണവാട്ടി സഭ. അവനിൽ ആശ്രയിച്ച് അവനിലുള്ള വിശ്വാസത്താൽ നമുക്കത് അവകാശമാക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഓർക്കണം, ആ മണവാട്ടിയുടെ പദവിയിലേക്ക്, എന്നുവെച്ചാൽ ദൈവത്തോടുകൂടെ വസിക്കാൻ ദൈവത്തെപ്പോലെ ഒരു കൂട്ടം വിശുദ്ധന്മാർ രൂപപ്പെടുത്തുക എന്നുള്ള ആ സ്വർഗീയ പദ്ധതി, ദൈവത്തിൻ്റെ നിർണയം, അനാദികാല നിർണയം. അങ്ങനെ ഈ മനുഷ്യനെ സൃഷ്ടിക്കുവാനായി ദൈവം നിർണയിച്ചു, ദൈവം പ്ലാൻ ചെയ്തു. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് മനുഷ്യനെ സേവിക്കുന്നതിനുള്ള സേവകാത്മാക്കളായിട്ടാണ് മാലാഖമാരെ സൃഷ്ടിക്കുന്നത്. 4 വാക്യം വായിക്കുന്നുണ്ട്, എഫെസ്യർ 1:4. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും. ഈ പദ്ധതി എന്നുള്ളത് ലോകസ്ഥാപനത്തിന് മുൻപുള്ളതായ പദ്ധതിയാണ്. ലോകസ്ഥാപനത്തിന് മുൻപേയുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണത്. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത് തനിക്കുള്ള സകലത്തിനും അവകാശിയാക്കുവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ തന്നോടുകൂടെ വസിക്കുവാൻ, തനിക്കുള്ള സകലത്തിനും അവകാശിയാക്കുവാൻ, അനാദികാല നിത്യത്തിലായിരുന്നതായ ദൈവത്തിൻ്റെ ഉള്ളിൽ മനുഷ്യനെ സൃഷ്ടിക്കുക എന്നുള്ളതായ ഒരു പദ്ധതി, ഒരു മർമ്മം, ഒരു നിർണയം, അനാദികാല നിർണയം. അങ്ങനെ മനുഷ്യനെ സൃഷ്ടിക്കുവാൻ പദ്ധതിയിട്ടു. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനും മുൻപ്, വളരെ മുൻപ് മനുഷ്യന് വേണ്ടതെല്ലാം ദൈവം സൃഷ്ടിക്കുന്നു. നമ്മൾ ഓർക്കേണ്ടതായൊരു കാര്യം, ഈ മനുഷ്യന് വേണ്ടിയുള്ളതായ ദൈവത്തിൻ്റെ കരുതൽ എത്ര വലുതാണ് എന്നാണ്. അങ്ങനെ ആ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് മനുഷ്യനെ സേവിക്കുന്നതിനുള്ള സേവകാത്മാക്കളായിട്ടാണ് ദൈവം ആരെ സൃഷ്ടിക്കുന്നത്? ദൂതന്മാരെ സൃഷ്ടിക്കുന്നത്. ദൂതന്മാരെക്കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത് വലിയൊരു പഠന വിഷയമാണത്. ദൂതന്മാർ, മാലാഖമാർ. ദൈവം മാലാഖമാരെ സൃഷ്ടിക്കുമ്പോൾ പല വിഭാഗത്തിലുള്ളതായ മാലാഖമാരെ സൃഷ്ടിച്ചിരുന്നു. പല വിഭാഗത്തിലുള്ള ദൂതന്മാരുണ്ടായിരുന്നു. പ്രധാനമായിട്ടും ഒരു കൂട്ടർ അറിയപ്പെടുന്നത് ദൂതുവാഹികൾ എന്ന പേരിലാണ്. ദൂതുവാഹികൾ. അവരിൽ തലവൻ ഗബ്രിയേൽ ദൂതനാണ്. ദൂതുവാഹികളിൽ തലവൻ ഗബ്രിയേൽ ദൂതനാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. ദൂതുവാഹികൾ തലവൻ ഗബ്രിയേൽ ദൂതനാണ്. ദാനിയേൽ 9:21 മുതൽ 23 വരെ. ലൂക്കോസ് 1:26 ഗബ്രിയേൽ ദൂതനാണ് മറിയയുടെ അടുക്കൽ ദൂതുമായിട്ട് വരുന്നത്. അറിയിപ്പുകാരൻ. വിശുദ്ധ കന്യമറിയാമിൻ്റെ അടുക്കൽ അറിയിപ്പുമായി ദൂതുമായി വരുന്നത് ഈ ഗബ്രിയേലാണ്. രണ്ടാമത്തെ കൂട്ടം സഹായികളാണ്. സഹായികൾ. ഇവർ കാവൽ മാലാഖമാരാണ്. കാവൽ മാലാഖമാരാണ് ഇവർ. ഇവരിൽ തലവൻ മീഖായേലാണ് തലവൻ. കാവൽ മാലാഖമാർ. അവരിൽ തലവൻ
മീഖായേലാണ്. മീഖായേൽ 91 സങ്കീർത്തനം 11 വാക്യം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10 അധ്യായം 13 വാക്യം. യൂദായുടെ ലേഖനം 9 വാക്യം. സഹായികൾ, കാവൽ മാലാഖമാർ. അവിടെ മോശയുടെ ശരീരത്തിന് വേണ്ടി പിശാച് വാതിൽ തർക്കിക്കുമ്പോൾ മീഖായേൽ ഇറങ്ങി വരികയാണ്. സഹായികൾ, മനുഷ്യനെ സഹായിക്കുന്നതിന് വേണ്ടി ദൈവമാക്കിയിരിക്കുന്നതായ മാലാഖമാരുടെ ഒരു കൂട്ടം, അവരിൽ തലവൻ മീഖായേലാണ്. മൂന്നാമത്തെ കൂട്ടം സാറാഫുകളാണ്. സാറാഫുകൾ അവരിൽ തലവൻ ലൂസിഫർ ആയിരുന്നു. സാറാഫുകളിൽ തലവൻ ലൂസിഫർ ആയിരുന്നു. ദൈവത്തെ ആരാധിക്കുന്നവരാണ് അവർ. സാറാഫുകൾ ദൈവത്തെ ആരാധിക്കുന്നവരാണ്. നാം പാടാറുണ്ടല്ലോ, സാറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ. അവരിൽ തലവൻ ലൂസിഫർ ആണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6 അധ്യായം 6 വാക്യം. അപ്പോൾ ദൂതുവാഹികളുണ്ട്, അവരിൽ തലവൻ ഗബ്രിയേൽ. സഹായികളുണ്ട്, കാവൽ മാലാഖമാർ, അവരിൽ തലവൻ മീഖായേൽ. സാറാഫുകളുണ്ട്, ആരാധിക്കുന്നവർ, അവരിൽ തലവനാണ് ലൂസിഫർ. ഞാൻ കേട്ടിട്ടുള്ളത്, ബൈബിളിൽ തെളിവൊന്നുമില്ല, പറഞ്ഞു കേട്ടിട്ടുള്ളത്, ദൈവത്തിന് 12 വൃന്ദം മാലാഖമാരുണ്ടായെന്നാണ്. 12 വൃന്ദം മാലാഖമാരുണ്ടായിരുന്നു. ഈ 12 വൃന്ദം എന്ന് പറയുമ്പോൾ നമുക്കത് നമ്മുടെ പേപ്പറിൽ എഴുതാൻ പോലും പറ്റാത്തതായൊരു സംഖ്യയാണത്. 12 വൃന്ദം എന്ന് പറയുന്നത് പേപ്പറിൽ എഴുതാൻ പോലും കഴിയുകയില്ല. ഒരു വലിയ സംഖ്യയാണത്. ഒരു വൃന്ദം എന്ന് പറയുമ്പോൾ ഒരു വലിയ സംഖ്യയാണത്. 100 100,000 കൂടുന്നതാണ് എന്താ ഒരു കോടി. ഒന്ന് പെട്ടെന്ന് പറയാം. 100 100,000 കൂടുന്നത് ഒരു കോടിയാണ്. അങ്ങനെ 100 100,000 കോടി ഒരു മഹാകോടി എന്ന് പറയും. അങ്ങനെയുള്ള 100 100,000 മഹാകോടി ഒരു ശഖം എന്നാണ് പറയുന്നത്. 100 100,000 ശഖം ഒരു മഹാശഖം. അങ്ങനെയുള്ള 100 100,000 മഹാശഖമാണ് ഒരു വൃന്ദം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കണം, നമുക്കൊന്ന് കണക്ക് കൂട്ടാൻ പോലും കഴിയില്ല, എഴുതാൻ കഴിയില്ല. അത്രയുമാണ് ഒരു വൃന്ദം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള 12 വൃന്ദം ദൂതന്മാരുണ്ടായിരുന്നു, മാലാഖമാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടുള്ള അറിവാണ്. ബൈബിളിൽ കാണുന്നതല്ല. അതിന് ശരിയാണെന്ന് തോന്നുന്നു നമ്മൾ കണ്ടു കഴിഞ്ഞാൽ. ഈ 12 വൃന്ദം മാലാഖമാരിൽ 3 വൃന്ദം മാലാഖമാരാണ് വീണുപോയത്, പിശാചുക്കളായി മാറിയത്. ഈ ദൈവം സൃഷ്ടിച്ചതായ മാലാഖമാരെ ദൈവം പാർപ്പിച്ചിരുന്നു. ആ ദൂതന്മാരിൽ ഒരു കൂട്ടത്തെ ദൈവം നക്ഷത്രങ്ങളിലാണ് പാർപ്പിച്ചത്. ദൈവം സൃഷ്ടിച്ചതായ മാലാഖമാരിൽ ഒരു കൂട്ടത്തെ ദൈവം നക്ഷത്രങ്ങളിൽ പാർപ്പിച്ചു. ഒരു കൂട്ടത്തെ ദൈവത്തിൻ്റെ തോട്ടമായ ഏതേനിൽ ആദമിനെ ആക്കി ഏദൻ തോട്ടമല്ല, ദൈവത്തിൻ്റെ തോട്ടമായ ഏതേനിലാക്കി. ഏദൻ പൂന്തോട്ടം എന്നാണ്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 28 അധ്യായം 11 മുതൽ 19 വരെയുള്ളതായ വാക്യങ്ങളിലും നാം ഇത് കാണുന്നുണ്ട്. ഈ ദൈവം സൃഷ്ടിച്ചതായ മാലാഖമാർ ജ്ഞാനസമ്പൂർണരായിരുന്നു, സൗന്ദര്യ സമ്പൂർണരായിരുന്നു. ഇതെല്ലാം വർണ്ണനകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ മാലാഖമാർ, അവരിൽ ഈ ലൂസിഫർ ദൈവത്തിന് ഏറ്റവും പ്രിയനായിരുന്നു. ദൈവത്തിന് ഏറ്റവും പ്രിയനായിരുന്ന ലൂസിഫറിനെ
ദൈവം തന്നോടുകൂടെ സ്വർഗത്തിൽ പാർപ്പിച്ചു. താൻ പോകുന്നിടത്തെല്ലാം കൂടെ കൊണ്ടുപോകും. ദൈവത്തിൻ്റെ രഥങ്ങളോടുകൂടെ നടന്നു. ലൂസിഫർ ഏറ്റവും പ്രിയനായിരുന്നു. ഇതിനൊക്കെ തെളിവുകളുണ്ട്, ബൈബിളിൽ വാക്യങ്ങളുമുണ്ട്. ദൈവം ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ പാർപ്പിച്ചിരുന്ന ദൂതന്മാരാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം നാം വായിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തെ 20 വർഷം ക്രൂരമായി പീഡിപ്പിച്ച കനാന്യ രാജാവായിരുന്ന യാബീൻ്റെ സേനാനായകനായ സീസര്, ഈ സീസരയോട് പൊരുതുവാൻ നക്ഷത്രങ്ങളിൽ പാർപ്പിച്ചിരുന്ന ദൂതന്മാരാണ് ഇറങ്ങി വന്നത് എന്ന് ന്യായാധിപന്മാർ 5:20 നാം വായിക്കുന്നുണ്ട്. ന്യായാധിപന്മാർ 5-ാം അധ്യായം 20-ാമത്തെ വാക്യം. ദൈവം നക്ഷത്രങ്ങളിൽ പാർപ്പിച്ചിരുന്നതായ ദൂതന്മാർ തൻ്റെ ജനത്തെ വലച്ചിരുന്ന, പീഡിപ്പിച്ചിരുന്ന, ക്രൂരമായി പീഡിപ്പിച്ചിരുന്ന കനാന്യ രാജാവായ യാബീൻ്റെ സേനാനായകനായ സീസരയോട് പൊരുതി അവൻ്റെ രഥങ്ങളൊക്കെയും ചെളിയിൽ പൂണ്ടുപോകാൻ തക്കവണ്ണം സീസരയോട് പൊരുതി തൻ്റെ ജനത്തെ വിടുവിക്കേണ്ടതിന് വേണ്ടി ഈ ദൂതന്മാരിറങ്ങി വന്നതായി നാം കാണുന്നുണ്ട്. ഇറങ്ങി വന്ന് പൊരുതിയതായി നാം കാണുന്നുണ്ട്. ന്യായാധിപന്മാർ 5:20 നമുക്കൊന്ന് വായിക്കാം. ആകാശത്തു നിന്ന് നക്ഷത്രങ്ങൾ പൊരുതി, അവ സീസരയുമായി സ്വഗതികളിൽ പൊരുതി. അവർ സീസരയുമായി സ്വഗതികളിൽ പൊരുതി. ദൈവമാകാശങ്ങളിൽ പാർപ്പിച്ചിരുന്നതായ ദൂതന്മാർ, മാലാഖമാർ തൻ്റെ ജനത്തിൻ്റെ സഹായത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടി, വിടുവിക്കുവാൻ വേണ്ടി ഇറങ്ങി വരുന്നതായി നാം കാണുന്നുണ്ട്. ഇതെല്ലാം അത്ഭുതങ്ങളാണ് ഇല്ലേ? നാം പലരുടെയും സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ പലരുടെയും സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. സാധു സുന്ദർ സിംഗിൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. തന്നെ വലിയൊരു കിണറ്റിലേക്ക് ഇട്ടു അടച്ചു. പക്ഷേ ആരോ വന്ന് ആ കിണറ്റിൻ്റെ കരയിലേക്ക് തന്നെ പൊക്കിക്കൊണ്ടുവന്ന് നിർത്തി. പിന്നെ ആളെ കാണാനില്ല. ഞാൻ വായിച്ചിട്ടുണ്ട്, പലരുടെയും സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. അത്ഭുതകരമായി ചില അപകടങ്ങളിൽ നിന്നെല്ലാം ആരോ വന്നങ്ങ് പിടിച്ചു മാറ്റുന്നു. നോക്കുമ്പോൾ ആരെയും കാണാനില്ല. ആരാണിത്? ഞാനും നിങ്ങളും നടക്കുന്ന വഴികളിലെല്ലാം നമ്മെ കാക്കുവാനും സൂക്ഷിക്കുവാനും സ്വർഗത്തിൻ്റെ മാലാഖമാരുണ്ട്. 12 വൃന്ദം മാലാഖമാരെന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന് വേണ്ടി, ഒരു വ്യക്തിക്ക് വേണ്ടി ആയിരക്കണക്കിന് ദൂതന്മാരെ അയക്കാനുള്ള മാലാഖമാരുണ്ട്. എത്ര വേണോ അത്ര എല്ലാം ഉണ്ട്. സ്വർഗത്തിൻ്റെ കാവലിലാണ് ദൈവത്തിൻ്റെ മക്കൾ നടക്കുന്നത്. ദൈവം അവരെ സൂക്ഷിക്കുന്നു, ദൈവം അവരെ പാലിക്കുന്നു. ഞാനും നിങ്ങൾ ഒരു വഴിക്കിറങ്ങുമ്പോൾ സ്വർഗം മീഖായേലിന് കൽപ്പന കൊടുക്കുകയാണ്. മീഖായേലേ, അവൻ്റെ എല്ലാ വഴികളിലും അവനെ സൂക്ഷിക്കാനുള്ള സൈന്യങ്ങളെ കൊടുക്കണമേ എന്ന് കൽപ്പന എഴുതുകയാണ്. അതാണ് 91-ാം സങ്കീർത്തനം വായിക്കുന്നത്. നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കുന്നു എന്ന്. ദൈവം കൽപ്പന പുറപ്പെടുവിക്കും എല്ലാ വഴികളിലും കാക്കുവാൻ. സ്വർഗത്തിൻ്റെ കാവൽ നമുക്കുണ്ട്, സ്വർഗത്തിൻ്റെ പരിപാലനം നമുക്കുണ്ട്. നമ്മെ നടത്തുന്ന, നമ്മെ സൂക്ഷിക്കുന്ന സ്വർഗീയമായ കരുതൽ. നാം ദൂതന്മാരെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ട് വന്നത്. എന്നാൽ ഈ ദൂതന്മാർക്ക് ഒരു പരീക്ഷാകാലം വരികയും അവരിൽ ഒരു കൂട്ടം വീണുപോവുകയും ചെയ്യുന്നു. ആ വീണുപോയ ദൂതന്മാരാണ് പിശാചുക്കൾ. 2 പത്രോസ് 2:4, യൂദാ 6. ഈ വീണുപോയ ദൂതന്മാരാണ് പിശാചുക്കൾ. 2 പത്രോസ് 2:4, യൂദാ 6. ഈ ദൂതന്മാരുടെ വീഴ്ചയെക്കുറിച്ച് പറയുന്ന വേദഭാഗങ്ങളാണ്
യെശയ്യാവ് 14:12 മുതൽ 14 വരെ, എസെക്കിയേൽ 28:11 മുതൽ 19 വരെയുള്ളതായ വാക്യങ്ങൾ ദൂതന്മാരുടെ വീഴ്ചയെക്കുറിച്ച് പറയുന്ന വേദഭാഗങ്ങളാണ്. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് വളരെ മുമ്പ് മനുഷ്യനെ സേവിക്കുന്നതിനുള്ളതായ സേവകാത്മാക്കളായി സൃഷ്ടിച്ച് ഈ ദൂതന്മാരുടെ വീഴ്ച എന്താണെന്ന് കാണുന്നു. അവർക്ക് വീഴ്ച സംഭവിച്ചു. അവരാണ് പിശാചായി മാറി. ഈ പാമ്പുണ്ടല്ലോ, ഈ പാമ്പ്, ഈ സാത്താനും പിശാചും എന്ന പഴയ പാമ്പ്, അവൻ മാലാഖയായിരുന്നു, ദൈവത്തിന് പ്രിയനായിരുന്നു. അവൻ വീണുപോയി പിശാചായി മാറിയതാണ്. ദൈവം പിശാചുകളെ സൃഷ്ടിച്ചിട്ടില്ല. ദൈവം സൃഷ്ടിച്ചതായ മാലാഖമാർ പിശാചുക്കളായി മാറിയതാണ്. എന്താണ് അവൻ്റെ വീഴ്ച? യെശയ്യാവ് 14:12 മുതൽ ഒന്ന് നമുക്ക് നോക്കാം. അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടയേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. എന്നാൽ നീ പാതാളത്തിലേക്ക്, നാശകൂപത്തിന്റെ അടിയിലേക്ക് തന്നെ വീഴും. 12, 13, 14 വാക്യങ്ങൾ. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശം നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകുമെന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. പറയുകയാണ്, ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ഞാൻ ദൈവത്തിൻ്റേതിന് മീതെ വയ്ക്കും. എന്ന് പറഞ്ഞാൽ ദൈവത്തെയും ദൈവത്തിൻ്റെ സ്വർഗീയ സൃഷ്ടിയെയും കാളുമെല്ലാം ഉയർന്നതായ സ്ഥാനം നേടാനുള്ള അഹങ്കാരപരമായ അവൻ്റെ ആഗ്രഹമാണ് അവിടെ കാണുന്നത്. സമാഗമ പർവ്വതത്തിന്മേൽ ഞാനിരുന്നരുളും. സമാഗമ പർവ്വതം എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനും തമ്മിൽ സമാഗമിക്കുന്നതിന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നതായ സ്ഥലമാണ് സമാഗമ പർവ്വതം. ആ ദൈവവും മനുഷ്യനും കൂടെ ഒരുമിക്കുവാനായി ദൈവം ഒരുക്കിയിരിക്കുന്നതായ ആ സമാഗമ പർവ്വതത്തിൽ കയറുവാനായിട്ട് അവൻ പ്ലാൻ ചെയ്യുകയാണ്. അവിടെ ഇരുന്നരുളുവാൻ അവൻ പദ്ധതി തയ്യാറാക്കി. എന്താണ് ഈ സമാഗമ പർവ്വതം എന്ന് പറയുന്നത്? 48-ാം സങ്കീർത്തനം 2-ാം വാക്യവും 50-ാം സങ്കീർത്തനം 2-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഈ സമാഗമ പർവ്വതം എന്ന് പറയുന്നത് ഉത്തരഗിരിയായ സിയോൻ പർവ്വതം എന്ന് പറയുന്നത് 48-ന്റെ 2 സങ്കീർത്തനങ്ങൾ. മഹാരാജാവിന്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദവുമാകുന്നു. ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദവുമായ സ്ഥലം. 50-2. സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നു. സൗന്ദര്യത്തിന്റെ പൂർണ്ണത, സർവഭൂമിയുടെയും ആനന്ദമാണ് അവിടം. ദൈവവും മനുഷ്യനും തമ്മിൽ സമാഗമിക്കുന്നതിന് വേണ്ടി ദൈവം ഒരുക്കിയതായ സ്ഥലം. മണവാളനായ ക്രിസ്തുവും മണവാട്ടിയായ സഭയും തമ്മിൽ സമാഗമിക്കുന്നതിന് വേണ്ടി ദൈവം തീർത്തതായ സ്വർഗീയ മണവറയാണത്. ആ മണിയറയിലാണ് അവൻ കയറുന്നത്. നമുക്കറിയാം, മണവറ എന്ന് പറയുന്നത്, മണിയറ എന്ന് പറയുന്നത് മണവാളനും മണവാട്ടിക്കും മാത്രമുള്ളതാണ്. അവിടെ കയറുക എന്നത്
ദൈവത്തിന് സഹിക്കാവുന്നതായൊരു കാര്യമല്ല. ദൈവം തൻ്റെ വിശുദ്ധന്മാരോടുകൂടെ പാർക്കുവാൻ മണവാളനും മണവാട്ടിക്കുമായി മണവറ ഒരുക്കുന്നത് പോലെ സർവഭൂമിയുടെയും ആനന്ദമായ നാം നമ്മുടെ കർത്താവിനോട് ചേരുന്നതായ അനുഭവം, സ്വർഗീയ അനുഭവം, ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനും വളരെ മുൻപ് അതിന് പദ്ധതിയിടുമ്പോൾ തന്നെ, അനാദികാലത്ത് ആ നിർണയമുണ്ടാകുമ്പോൾ തന്നെ മനുഷ്യനോടുകൂടെ ഒരുമിച്ച് പാർക്കുവാൻ ദൈവം സ്വർഗമൊരുക്കിയിരുന്നു. പലരും ചിന്തിരിക്കുന്നത് കർത്താവ് പോയി നമുക്ക് സ്വർഗം പണിതുകൊണ്ടിരിക്കുകയാണെന്നാണ്. അല്ല, എല്ലാം ഒരുക്കി, അതെല്ലാം പണി കഴിഞ്ഞു. അന്ന് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ദൈവം അവന് പാർക്കാനുള്ള വീട് പണിത് കഴിഞ്ഞു. അത് ഒരുക്കാനാണ്. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ. ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരുമ്പോൾ, വിശേഷപ്പെട്ടൊരു ഗസ്റ്റാണെങ്കിൽ നമ്മൾ അതുപോലെ നമ്മുടെ വീടൊന്ന് ഒരുക്കും, ഇല്ലേ, ഒന്ന് വൃത്തിയാക്കും, ചിലപ്പോൾ ഒന്ന് പെയിൻറ്റ് ചെയ്യും, ഭംഗിയാക്കും, മൂടി പിടിപ്പിക്കും, വീട് ഒരുക്കും. ഒരുക്കാനാണ് കർത്താവ് പോയത്, പണിയാനല്ല. അവിടെ ആ മണവറ, അതിനകത്ത് ഇവൻ കയറുന്നു. ചെറിയ പാവമാണോ? ദൈവം അവനെ അവിടെ നിന്ന് വെട്ടിയിട്ടു. നിങ്ങൾക്ക് മനസ്സിലാകുന്നതെന്ന് കരുതുകയാണോ? അവൻ ചെയ്ത് തെറ്റെന്താണ്? അവൻ ദൈവവും മനുഷ്യനും തമ്മിൽ സമാഗമിക്കുന്നതിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ സമാഗമ പർവ്വതത്തിൽ അവൻ കയറാൻ നോക്കുന്നു, അതിനുള്ള പദ്ധതി ഇടുന്നു. അവൻ ഈ പിശാചിനെ, ഈ ദൂതന്മാരെ താഴെയിട്ടു. ആ ദൂതന്മാരാണ് പിശാചുക്കളായി മാറിയത്. അന്ന് പിശാച് അവൻ്റെ ഉള്ളിൽ ഒരു വെല്ലുവിളി, ഒരു തീരുമാനം, ഒരു വെല്ലുവിളിയായിട്ട് എടുക്കുകയാണ്. എന്താണ്? ഞാൻ അവിടെ ഒന്ന് കയറാൻ നോക്കിയപ്പോൾ എന്നെ അവിടെ നിന്ന് തട്ടി താഴെയിട്ടു. അങ്ങനെയാണെങ്കിൽ ദൈവം അവിടെ ഇരുത്തുവാൻ കണ്ടിരിക്കുന്ന ഒരൊറ്റ എണ്ണത്തിന് ഞാൻ അവിടെ ഇരുത്തില്ല. അതാണ് അവൻ്റെ വെല്ലുവിളി. ഞാൻ അവിടെ ഒന്ന് കയറിയപ്പോൾ എന്നെ അവിടെ നിന്ന് തട്ടി താഴെയിട്ടു. അങ്ങനെയാണെങ്കിൽ ദൈവം അവിടെ ഇരുത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരൊറ്റ എണ്ണത്തിന് ഞാൻ അവിടെ ഇരിക്കാൻ സമ്മതിക്കില്ല. അതാണ് ഈ പിശാചിൻ്റെ വെല്ലുവിളി എന്ന് പറയുന്നത്. നമ്മൾ മറ്റെന്ത് ചെയ്താലും അവനൊരു വൈരാഗ്യമില്ല. എന്നാൽ സ്വർഗരാജ്യത്തിൽ പോകുവാനുള്ള പരിപാടിയുള്ളവരാണെങ്കിൽ നമ്മെ ഒരു കാരണവശാലും സ്വർഗത്തിൽ വിടുകയില്ല. അതാണ് അവൻ്റെ വെല്ലുവിളി. അതുകൊണ്ടാണ് ഈ അന്ത്യകാലത്ത് ഒരൊറ്റ എണ്ണത്തിനെ സ്വർഗത്തിൽ വിടരുത് എന്നുള്ളതാണ് ഈ പിശാചിൻ്റെ പദ്ധതി. എന്നെ തട്ടി താഴെയിട്ടതാണെങ്കിൽ ഒരെണ്ണത്തിന് ഇനി അവിടെ കയറാൻ ഞാൻ സമ്മതിക്കില്ല. ദൈവം അവിടെ ആക്കുവാനായിട്ട് സൃഷ്ടിക്കുന്നവരെ അവിടെ ഇരുത്തുന്നത് ഞാനൊന്ന് കാണട്ടെ. നമ്മിൽ ഒരുത്തനെയും സ്വർഗത്തിൽ കയറ്റുകയില്ല എന്നുള്ളതാണ് പിശാചിൻ്റെ പദ്ധതി, പിശാചിൻ്റെ പ്രതിജ്ഞ. അതുകൊണ്ടാണ് ദൈവമക്കളോട് പിശാച് ഇത്ര വൈരാഗ്യത്തോടെ പ്രവർത്തിക്കുന്നത്. എന്തെല്ലാമാണ് ദൈവമക്കളുടെ എല്ലാം പ്രവർത്തിക്കുന്നത്? തൻ്റെ ലക്ഷ്യം നിറവേറ്റുവാനായിട്ട് പിശാച് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതായി നമുക്ക് നോക്കാം. ഒന്ന്, അതിൻ്റെ വാൽ ആകാശത്തെ നക്ഷത്രങ്ങളിൽ മൂന്നിനൊന്നിനെ വലിച്ചുകൂട്ടി തകർത്ത് കളഞ്ഞു. കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതാണ്. ദുരുപദേശങ്ങളാൽ ദൈവമക്കളെ വീഴ്ത്തുന്നു. ദുരുപദേശങ്ങളാൽ ദൈവമക്കളെ വീഴ്ത്തുന്നു. രണ്ട്, തിന്നുകളയാൻ, വിഴുങ്ങാൻ നോക്കുന്നു. വിഴുങ്ങാൻ, തിന്നുകളയുവാൻ. സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളയുവാൻ സർപ്പം സ്ത്രീയുടെ മുമ്പിൽ നിൽക്കുന്നു. ജയജീവിതം നയിക്കുന്നതായ ദൈവമക്കളെ തിന്നുകളയുവാൻ സ്ത്രീയുടെ മുമ്പിൽ സർപ്പം നിൽക്കുകയാണ്. ഇന്ന് കാണപ്പെടുന്നതായ നാമധേയ സഭകളുടെ ഉള്ളിലെല്ലാം ഒരു സ്ത്രീയുടെ ഉള്ളിൽ ഒരു കുഞ്ഞ് രൂപപ്പെടുന്നത് പോലെ ദൈവോധനത്താൽ
രൂപാന്തരപ്പെടുന്ന ഒരു കൂട്ടം വിശുദ്ധന്മാരുണ്ട്. ആ വിശുദ്ധന്മാരെ തിന്നുകളയുവാൻ, വിഴുങ്ങിക്കളയുവാൻ ഇന്ന് സർപ്പം ഏറ്റവും ജാഗരൂകമായി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് 1 പത്രോസ് 5:8 നാം വായിക്കുന്നത്, നമ്മുടെ പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞുകൊണ്ട് ചുറ്റി അലറുന്ന സിംഹം പോലെ ചുറ്റി നടക്കുന്നു എന്ന് നാം വായിക്കുന്നത്. പാമ്പ് തവളയെ വിഴുങ്ങുന്നത് പോലെ വിഴുങ്ങിക്കളയുവാൻ, ദൈവമക്കളെ വിഴുങ്ങിക്കളയുവാൻ പിശാച് നിൽക്കുകയാണ്. പാമ്പ് തവളയെ വിഴുങ്ങുന്നത് പോലെ വിഴുങ്ങുന്നു. എങ്ങനെയാണ് പാമ്പ് തവളയെ വിഴുങ്ങുന്നത്? അല്പമായിട്ടാണല്ലേ. പാമ്പിൻ്റെ വായിലായോ കുറേശ്ശെ വിഴുങ്ങും. ഇല്ല, നമ്മൾ ഈ തവള കിടന്ന് ഉറക്കെ നിലവിളിക്കില്ല, ഉറക്കെ കരയും. തവള കരയും. പാമ്പ് പിടിച്ചാൽ തവള കിടന്ന്, കാരണം അതിനെ നിലവിളിക്കാനേ പറ്റും, കരയാനേ പറ്റും. എന്തിനാ കരയണത്? ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്തോ എവിടെയെങ്കിലുമൊക്കെ പരിസരത്തോ പാമ്പ് തവളയെ പിടിച്ചാൽ നമുക്കറിയാം, നമ്മൾ വടിയായിട്ട് ചെന്ന് പാമ്പിൻ്റെ കയ്യിൽ നിന്ന് അതിൻ്റെ പാമ്പിൻ്റെ തല തല്ലി ചതച്ച് തവളയെ നാം രക്ഷിക്കും. ദൈവമക്കളെ പാമ്പ് തവളയെ വിഴുങ്ങുന്നത് പോലെ പിശാച് വിഴുങ്ങുന്നു എന്ന് നാം ആരൊക്കെ ഒരു വായിലായിട്ടുണ്ട്? പിശാചിൻ്റെ വായിൽ നാം ആരെല്ലാം ആയിട്ടുണ്ട്? സാരമില്ല, എൻ്റെ കാലല്ലേ വായിലുള്ളൂ. അല്പം അവൻ്റെ വായിലായിട്ടുണ്ടോ കുറേശ്ശെ അവൻ വിഴുങ്ങി നമ്മളെ ഇല്ലാതാക്കും. വളരെ കരുതലോടെ മുന്നോട്ട് പോകണം. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം അവൻ വിഴുങ്ങിയിട്ടുണ്ട്. നാം എടുത്തതായ പല സമർപ്പണങ്ങളെയും പിശാച് വിഴുങ്ങിക്കളഞ്ഞില്ലേ? നമ്മുടെ പ്രാർത്ഥനാ ജീവിതം പിശാച് വിഴുങ്ങിക്കളഞ്ഞോ? നമ്മുടെ ഏതെല്ലാം കാര്യങ്ങൾ പിശാച് വിഴുങ്ങിയിട്ടുണ്ട്? ശാന്തമായ ജീവിതത്തിലേക്ക് നോക്കണം. അവൻ്റെ വായിൽ ഏതെങ്കിലും കാര്യങ്ങളെ അവൻ വിഴുങ്ങിയിട്ടുണ്ടോ? നമുക്ക് എന്താ ചെയ്യാൻ കഴിയുന്നത്? നിലവിളിക്കുക. പാമ്പിൻ്റെ വായിൽ കിടന്ന് തവള നിലവിളിക്കുന്നത് പോലെ അങ്ങനെ ദുഷ്ടൻ വിഴുങ്ങി അവൻ്റെ നിലവിളി കേട്ട് ഒരുവൻ ഇറങ്ങി വന്നു. കർത്താവായ യേശുക്രിസ്തു അധികാരത്തോടെ ഉടയവൻ ഇറങ്ങി വന്നു. അവൻ ആ സർപ്പത്തിൻ്റെ തലയെ ചതച്ചു, നമ്മെ വിടുവിച്ചു. ഞാൻ പറയട്ടെ, അതൊരിക്കൽ ഇന്നും നടക്കുന്നതായ കാര്യമാണ്. മറ്റൊന്നും വേണ്ട, നിലവിളിക്കുക. ഒരു പാപി അവൻ്റെ പാപത്തെ ഓർത്ത് എവിടെ നിലവിളിച്ചാലും കർത്താവ് വന്ന് അവനെ രക്ഷിക്കും. ഒറ്റ കാര്യമേ ഉള്ളൂ, നിലവിളിക്കുക. ദൈവസന്നിധിയിൽ നിന്ന് നിലവിളിക്കുക. നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാൻ അധികാരത്തോടെ അവൻ നമ്മുടെ അരിയിലേക്ക് ഇറങ്ങി വരും. പാമ്പിൻ്റെ വായിലായ തവള നിലവിളിക്കുന്നത് പോലെ നാം നിലവിളിക്കുക. പിശാചി വിഴുങ്ങാൻ നാം നിന്നു കൊടുക്കരുത്. പിശാചിന് വിഴുങ്ങാൻ നാം ഇട കൊടുക്കരുത്. ദൈവത്തിന് സ്തോത്രം. പിശാച് വിഴുങ്ങുന്നു. ഒരു കാലത്തുണ്ടായിരുന്ന ആത്മീക അനുഭവങ്ങൾ പിശാച് വിഴുങ്ങിക്കളഞ്ഞു. ആത്മാവിൻ്റെ സന്തോഷം, ഹൃദയ തകർച്ച, പാപബോധം, കണ്ണുനീര്, പ്രാർത്ഥനാ ജീവിതം, സുവിശേഷ വേല ചെയ്യാനുള്ളതായ ദാഹം, ആത്മാക്കളെക്കുറിച്ചുള്ളതായ ഭാരം, എന്തെല്ലാം കാര്യങ്ങൾ വിഴുങ്ങിക്കളഞ്ഞു. നമ്മുടെ തീക്ഷ്ണതകൾ വിഴുങ്ങിക്കളഞ്ഞു. സമർപ്പണങ്ങൾ, ജയജീവിതം വിഴുങ്ങിക്കളഞ്ഞു. ജീവിതവിശുദ്ധി വിഴുങ്ങിക്കളഞ്ഞു. നിലവിളിക്കാം. ദൈവത്തിന് സ്തോത്രം. അവൻ വിഴുങ്ങുന്നു. ഒന്ന്, വാല് ദുരുപദേശങ്ങളിൽ ദൈവമക്കളെ തെറ്റിക്കുന്നു. 2, ദൈവമക്കളെ വിഴുങ്ങുന്നു. 3, അവൻ അപവാദം വരുത്തുന്നു. 12:10 അവൻ അപവാദം വരുത്തുന്നു. അപവാദിയാണവൻ. വെളിപ്പാട് 12:10. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. രാപ്പകൽ കുറ്റം ചുമത്തുന്നതായ അപവാദി.
പിശാച് ദൈവമക്കളെ തകർക്കുന്നത് അപവാദം പറഞ്ഞാണ്. അപവാദം പറഞ്ഞ് നിങ്ങൾ ഓർക്കണം, ഈ പിശാചിൻ്റെ കയ്യിൽ നമ്മളെല്ലാം ഓരോ ചലനവും ആര് കാണുന്നുണ്ട്? ഈ പിശാച് കാണുന്നുണ്ട്. അവൻ്റെ കയ്യിൽ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ അവൻ ആദ്യം അതുമായിട്ട് ദൈവസന്നിധിയിൽ ചെല്ലും. ഇല്ലേ? സെക്കരിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ മഹാപുരോഹിതനായ യോശുവ അവൻ്റെ വസ്ത്രം ഒന്ന് മുഷിഞ്ഞേ ഉള്ളൂ. ഇല്ലേ? അവൻ്റെ വസ്ത്രം ഒന്ന് മുഷിച്ച് കണ്ടപ്പോൾ അതുമായിട്ട് എവിടെ ചെന്നു? ദൈവസന്നിധിയിൽ ചെന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം നാം വായിക്കുമ്പോൾ ഇയ്യോബിൻ്റെ മേൽ ഇല്ലാത്ത കുറ്റം കണ്ടെത്തി അവനെവിടെ ചെന്നു? ദൈവസന്നിധിയിൽ ചെന്നു. അപ്പോൾ ദൈവമക്കളിൽ എന്നിലും നിങ്ങളിലും എന്തെങ്കിലും ഒരു കുറ്റം കണ്ടാൽ ആ അപവാദവുമായിട്ട് പിശാച് ആദ്യം എവിടെ ചെല്ലും? ദൈവസന്നിധിയിലേക്ക് ചെല്ലും. ദൈവം അവിടെ നിന്ന് ആട്ടിക്കളഞ്ഞാൽ, ദൈവസന്നിധിയിൽ നിന്ന് ആട്ടിയാൽ അടുത്തത് നമ്മുടെ സഹോദരന്മാരുടെ അടുക്കിലേക്ക് വരും. നമ്മളുടെ സഹോദരന്മാരുടെ അടുക്കിലേക്ക് വരും. ഇല്ലേ? നമ്മുടെ അടുത്തേക്ക് വേറൊരാളുടെ അപവാദമായിട്ട് പിശാച് വന്നാൽ തീർച്ചയായിട്ടും ഒരു കസരയിട്ട് കൊടുക്കും. അല്ലേ? എന്ത് താല്പര്യം കേൾക്കാൻ? ദൈവമക്കളുടെ ആരുടെയെങ്കിലും ഒരു കുറ്റം കേൾക്കാൻ എന്ത് താല്പര്യമാണ്? ദൈവം ആട്ടി ഏതെങ്കിലും ദൈവമക്കളുടെ അടുത്തേക്ക് വേറെ ദൈവമക്കളുടെ അടുത്തേക്ക് വരും. അത് വേറെ ആരിൽ കൂടെ ആയിരിക്കും വരുന്നത്. എന്ത് താല്പര്യം? ആരുടെയെങ്കിലുമൊക്കെ കുറ്റം കേൾക്കാനായിട്ട് എന്ത് താല്പര്യമാണ്? ഉറപ്പായിട്ട് നമ്മളൊരു കസേരന് ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് ഇല്ലേ, നമുക്ക് അപവാദം, വേറൊരാളുടെ അപവാദം കേൾക്കാൻ നമുക്ക് താല്പര്യമാണ്. പിന്നെ നമ്മിലേക്ക്, നമ്മുടെ മനസാക്ഷിയിലേക്ക്, നമ്മുടെ ഉള്ളിലേക്ക് വരും പിശാച്. നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ അകത്തേക്ക് വരും, നമ്മുടെ ഹൃദയത്തിലേക്ക് വരും. എന്താണ്? കഴിഞ്ഞ യോഗത്തിൽ നല്ല തീരുമാനം എടുത്തതല്ലേ, നിൽക്കാൻ പറ്റിയില്ലല്ലോ, പിന്നെ എന്തിനാണ് ഈ തീരുമാനമൊക്കെ എടുക്കുന്നത്? സാക്ഷ്യം പറഞ്ഞതല്ലേ, നിൽക്കാൻ പറ്റിയില്ലല്ലോ, വെറുതെ. ഇനി പ്രത്യേകിച്ച് തീരുമാനമൊന്നും എടുക്കണം. ഞാൻ ഇനി പ്രത്യേകിച്ച് തീരുമാനമൊന്നും എടുക്കണില്ല. നമ്മളെ തന്നെ കുറ്റം മതി. നിന്നെ കൊണ്ട് അതിന് കഴിയില്ല, നിന്നെ കൊണ്ട് അതിന് സാധിക്കുകയില്ല. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ നമ്മോട് തന്നെ പറഞ്ഞ് നമ്മെ നിരുത്സാഹപ്പെടുത്തും. ഇല്ലേ? ചിന്തിച്ച് നോക്കുക. നമ്മുടെ കുറവുകൾ നമ്മോട് തന്നെ പറഞ്ഞ് നമ്മളെ ആത്മീയത്തിൽ നിരുത്സാഹപ്പെടുത്തും പിശാച്. അവിടെ നമ്മൾ ഓർക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തെ തളർത്തുന്നതായ സന്ദേശം ഒരിക്കലും ദൈവത്തിൽ നിന്നുള്ളതായിരിക്കുകയില്ല. നമ്മുടെ ജീവിതത്തെ തളർത്തുന്നതായ സന്ദേശം ഒരിക്കലും ദൈവത്തിൽ നിന്നുള്ളതല്ല. ദൈവത്തിൽ നിന്നുള്ളതായ സന്ദേശം എപ്പോഴും നമ്മളെ വളർത്തുന്നതാണ്, നമ്മളെ ബലപ്പെടുത്തുന്നതാണ്. സന്ദേശം കേൾക്കുമ്പോൾ നാം തളർന്നു പോവുകയാണെങ്കിൽ, ശാസന കേൾക്കുമ്പോൾ നാം തളർന്നു പോവുകയാണെങ്കിൽ, നമ്മോടുള്ളതായ വചനത്തിലൂടെയുള്ള മെസ്സേജ് കേൾക്കുമ്പോൾ നാം തളർന്നു പോവുകയാണെങ്കിൽ നമ്മിൽ പിശാചിൻ്റെ പ്രവർത്തനം തുടങ്ങിയതായി നാം തിരിച്ചറിയണം. ദൈവം നമുക്ക് മുന്നറിയിപ്പിൻ്റെ ആലോചനകൾ, ദൂതുകൾ തന്നിരിക്കും, ശാസനകൾ തന്നിരിക്കും. അതെല്ലാം നമ്മെ ശക്തീകരിക്കുവാൻ വേണ്ടിയുള്ളതാണ്. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഞാൻ കേട്ടിട്ടുള്ളതായ ഒരു കാര്യമാണ്. ഒരു സുവിശേഷ യോഗം നടക്കുകയാണ്, പന്തലൊക്കെ ഇട്ട് ഒരു കൺവെൻഷൻ നടക്കുകയാണ്. ആ കൺവെൻഷനിൽ ഒരു ദൈവദാസൻ ശക്തിയോടെ ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു ദൈവത്തിന് കിട്ടിയ ഒരു വെളിപ്പാടാണ്, ഒരു ദർശനമാണ്. ആ ദൈവത്തിൽ കാണുന്ന ദർശനം എങ്ങനെയാണ്? ആ കൺവെൻഷൻ്റെ സ്റ്റേജിൻ്റെ മുകളിൽ ആ പന്തലിൻ്റെ ഒരു കഴ കെട്ടിയിരിക്കുന്ന ആ കഴയിൽ ഈ പിശാച് കാലിന്മേൽ കാലും കയറ്റി അങ്ങ് ഇരിക്കുക.
അവൻ്റെ കയ്യിൽ ഒരു നീണ്ട തുകൽച്ചൊരലുണ്ട്. അവനിങ്ങനെ തിടുക്കത്തിൽ അതിനകത്ത് എന്തൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൺവെൻഷന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും തല ഉയർത്തി സൂക്ഷിച്ച് നോക്കും, പ്രസംഗിക്കുന്നയാളെയും നോക്കും, സ്റ്റേജിലിരിക്കുന്നവരെയും നോക്കും. എല്ലാവരെയും കുറച്ചു നേരം ഒന്ന് നോക്കിയതിന് ശേഷം വീണ്ടും തല കുനിച്ച് തിടുക്കത്തിൽ എഴുതുകയാണ്. ഇങ്ങനെ എഴുതി ആ തുകൽച്ചൊരൽ തീർന്നു. അവൻ ആ തുകൽച്ചൊരൽ കടിച്ച് വലിച്ചു നീട്ടി പിന്നെയും എഴുതുകയാണ്. ഇല്ല, നമ്മൾ ചിന്തിക്കും പ്രസംഗത്തിന് പോയിന്റുള്ള കുറിക്കുകയാണെന്ന്. അല്ല, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർ അലക്ഷ്യമായിട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് എഴുതുന്നത്. ദൈവദാസൻ ശക്തിയോടെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്തിരിക്കുന്നവരോട് പയ്യെ തിരിച്ച് ചോദിക്കുന്നു, ഇന്ന് ഞാൻ കറി ഉണ്ടാക്കിയത് എന്നതാ. അതുപോലെ വേറൊരാളുടെ ചിന്ത അങ്ങ് വീട്ടിലെ മറ്റെന്തോ കാര്യങ്ങളൊക്കെയാണ്. അലക്ഷ്യമായിട്ടിരിക്കുന്നത് അതെല്ലാം അവൻ എഴുതുകയാണ്. ആ കൺവെൻഷൻ്റെ സമർപ്പണത്തിൻ്റെ പ്രാർത്ഥനയുടെ സമയത്ത്, തീരുമാനമെടുക്കുന്നതായ സമയത്ത് അനുഗ്രഹങ്ങളുമായി സ്വർഗത്തിൽ നിന്ന് മാലാഖമാർ ഓരോരുത്തർക്കുള്ളതായ അനുഗ്രഹങ്ങളുമായി സ്വർഗം അയക്കുന്നതിന് മുമ്പേ അവൻ ഓടി ആ തുകച്ചൊരലുമായിട്ട് അവിടെ ചെല്ലും, ദൈവസഭയിൽ ചെല്ലും. അപ്പോൾ ദൈവം മാലാഖമാരെ വിളിച്ചത് ഇന്നയാൾക്ക് ഇന്ന തീരുമാനം എടുക്കുന്നു, ഇന്ന കൃപ കൊടുക്കുക, ഇന്ന അനുഗ്രഹം കൊടുക്കുമെന്ന് പറയുമ്പോൾ ഇവൻ പറയും പറ്റില്ലതേ, ഇന്ന കാര്യം ആ ദൈവദാസൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ആ കാര്യമാണ്. ഇത് അവൻ അങ്ങോട്ട് നോക്കിക്കൊണ്ടായിരുന്നത്, അവൻ്റെ ഇങ്ങോട്ട് നോക്കി ഇന്ന കാര്യം ചിന്തിച്ചുകൊണ്ടായിരുന്നത്. ഇത് നമ്മൾ വീട്ടിലിരുന്ന് വചനം കേൾക്കുമ്പോഴും ഉണ്ട് കേട്ടോ, അലക്ഷ്യമായിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തടുക്കാൻ വേണ്ടി അങ്ങ് ചെല്ലുന്നത്. ഞാൻ നിർത്തട്ടെ. നമ്മുടെ ഓരോ ചലനങ്ങളെ ഞാൻ കാണുന്നുണ്ട്, പിശാച് കാണുന്നുണ്ട്. അവനെല്ലാം കാണുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്. നമ്മെക്കുറിച്ച് അപവാദവുമായി നമ്മുടെ മേലുള്ളതായ അനുഗ്രഹങ്ങൾ തടയപ്പെടാൻ തക്കവണ്ണം അപവാദവുമായി പോകാനൊന്നും അവന് കിട്ടരുത്. നമ്മളെക്കുറിച്ച് അപവാദം പറയാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് നിൽക്കാനാണ് അപ്പോസ്തലൻ പറയുന്നത്. പിശാചിന് അപവാദം പറയുവാൻ വകയില്ലാത്തവരായി ജീവിക്കാൻ ഒരു പുതിയ സമർപ്പണം എടുക്കാം, നമ്മുടെ തലകളെ വണക്കാം. അവൻ അപവാദം പറയാനൊന്നും കിട്ടാതെ വണ്ണം സൂക്ഷിക്കാൻ ഒരു പുതിയ തീരുമാനം. കർത്താവേ, വീണു പോകാതിരിപ്പാൻ, വീഴ്ച കളയാതിരിക്കുവാൻ, തകർത്ത് കളയാതിരിക്കാൻ, വിഴുങ്ങിക്കളയാതിരിക്കാൻ. കർത്താവേ, ഞാനിതാ ഒരു പുതിയ തീരുമാനം, ഒരു പുതിയ സമർപ്പണത്തിൻ്റെ ഇടയിലേക്ക് വരുന്നു, എന്നെ സഹായിക്കണമേ എന്ന് തലകളെ വണക്കാം. ആരെല്ലാം തീരുമാനിക്കുന്നുണ്ട്? എൻ്റെ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിന് എല്ലാ വഴിയും പിശാചും കാണുന്നുണ്ടെങ്കിൽ, പിശാചും അറിയുന്നുണ്ടെങ്കിൽ അവനതുമായി മറ്റുള്ളവരുടെ അടുക്കലേക്ക് ദൈവസഭയിൽ വരെ അവൻ കയറി ചെല്ലുന്നുവെങ്കിൽ, കർത്താവേ, എന്നിലൊന്നും കാണാൻ ഇല്ലാതെ വണ്ണം, അവൻ ലജ്ജിച്ചു പോകാൻ തക്കവണ്ണം എന്നെ തന്നെ സൂക്ഷിക്കാനുള്ളൊരു കൃപ, വളരെ കരുതലോടെ നിൽക്കാനുള്ളതായ കൃപ എൻ്റെ യേശുവേ. പലപ്പോഴും എൻ്റെ മേലുള്ളതായ അനുഗ്രഹങ്ങൾ തടയപ്പെടാൻ കാരണം എൻ്റെ ചില നിരൂപണങ്ങളാണല്ലോ. ആരെല്ലാം തിരിച്ചറിയുന്നുണ്ട്, ഞാനും മാറിയുന്നുണ്ടല്ല പറയുന്നത്. കർത്താവേ, എൻ്റെ ചില വാക്കുകൾ മറ്റാരും കേൾക്കുന്നില്ല, മറ്റാരും അറിയുന്നില്ല, മറ്റാരോടും പറയരുതെന്ന് പറഞ്ഞായിരിക്കും ഞാൻ ചിലപ്പോൾ പറയുന്നത്. എന്നാൽ എൻ്റെ കർത്താവേ, അതുമായി പിശാച് ദൈവസന്നിധിയിൽ ചെല്ലുമല്ലോ, എൻ്റെ മേലുള്ള അനുഗ്രഹങ്ങൾ തടയപ്പെടുമല്ലോ. കർത്താവേ, പിശാചിന് പോലും അപവാദം പറയാൻ വകയില്ലാതെ ലജ്ജിക്കാൻ തക്കവണ്ണമുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. നിങ്ങൾ ഈ വചനം കേൾക്കുകയും പഠിക്കുകയും എല്ലാം ചെയ്യുന്നത് ഞങ്ങളുടെ ആത്മാവിന് ഗുണമാക്കി മാറ്റി തരണമേ, കൃപ തരണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാം മഹത്വത്തോടെ നിൽക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.